നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അപ്പോ അധികാരം ഏറ്റെടുക്കാൻ നിങ്ങൾ കേപ്പബിൾ അല്ല. നോർമലി നിങ്ങളുടെ അനുജനല്ലേ ആ സ്ഥാനത്തേക്ക് വരേണ്ടത്. പിന്നെ എന്ത് സംഭവിച്ചു? സർ, അത് വരുണും അച്ഛനും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഞാൻ വിദേശത്തേക്ക് തിരിച്ചു പോകുന്നത് അച്ഛന് ഇഷ്ടമല്ലായിരുന്നു. അല്ല, പോകണമെന്ന് ഞാൻ നിർബന്ധം പിടിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോ കുടുംബത്തിൽ തർക്കങ്ങളുണ്ടായി. സ്ഥാനപതിയെ തെരഞ്ഞെടുത്ത കാര്യത്തിലും തർക്കമുണ്ടായി. നിങ്ങളെല്ലാവരും പറഞ്ഞ ഒരു കാര്യം ഇപ്പൊ ശരിയാണെന്ന് തോന്നുന്നു. പരമേശ്വരന് ശത്രുക്കളില്ല, പുറത്തുനിന്ന് ഒരിക്കലും ഇല്ല. മിസ്റ്റർ വരുൺ, നിങ്ങൾ ഞങ്ങളുടെ കൂടെ സ്റ്റേഷനിലേക്ക് ഒന്ന് വരണം. എന്തിനാണ് സാർ? അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ്. സാറെന്താ ഉദ്ദേശിക്കുന്നത്? കുടുംബപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഇവിടെയുണ്ട്. ഞങ്ങളോട് സാറിന് ചോദിക്കാൻ. അല്ലാതെ വരുണിനെ കൊണ്ടുപോകാന്ന് പറഞ്ഞ മിസ്റ്റർ ചന്ദ്രശേഖർ, ഞങ്ങളുടെ നടപടികളിൽ നിങ്ങൾ ഇടപെടണ്ട. എന്ന് പറഞ്ഞാൽ എങ്ങനാ സാർ? ഏത് കേസാ നിങ്ങൾ നേരെ ചൊവ്വേ അന്വേഷിച്ചിട്ടുള്ളത്? എന്ത് കിട്ടിയാലും വളച്ചൊടിക്കലാണല്ലോ നിങ്ങളുടെ ശീലം. വരുണിനെ കൊണ്ടുപോകാൻ പറ്റില്ല. കൊണ്ടുപോകണമെന്ന് ഞാൻ തീരുമാനിച്ചാൽ കൊണ്ടുപോയിരിക്കും. അതിനിയിപ്പം നിങ്ങളല്ല, ഏത് കൊലക്കൊമ്പന്മാർ തടഞ്ഞാലും. സോ അല്പം ഭംഗിയായിട്ട് കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത്. സർ, ഒരു പരാതി തന്നോ എന്നുള്ളത് സത്യം. അല്ലാതെ അതിന്റെ പേരില് സാർ ഈ ആൾക്കാരെ ശ്രദ്ധിക്കാനുള്ള അടവൊന്നും കാണിക്കണ്ട. പരമേശ്വരന് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ളത് ഇവനെ. അത് ഇവിടെയുള്ളവർക്കും ഈ നാട്ടുകാർക്കും നല്ലോണം അറിയാം. പിന്നെ എന്തിനാ സാർ? മിസ്റ്റർ വരുൺ, നിങ്ങൾ എന്റെ കൂടെ വന്നേ പറ്റൂ. വരുന്നില്ലെന്ന് തീരുമാനിച്ചാൽ മാത്രം ബലമായി നിങ്ങളെ എനിക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടി വരും. ഞാൻ വരാം സാർ. അച്ഛൻ്റെ കാര്യത്തിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടും അടങ്ങി ഒതുങ്ങിയിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. മുത്തശ്ശി, ഞാൻ പോയിട്ട് വരാം. പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല സാർ. കണിമംഗലം പരമേശ്വരന്റെ മകനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ അഭിമാനത്തെ ബാധിക്കുന്ന കാര്യമാണ്. മിസ്റ്റർ ചന്ദ്രശേഖർ, വെറുതെ പ്രശ്നങ്ങളുണ്ടാക്കരുത്. എന്റെ ഡ്യൂട്ടി തടഞ്ഞാൽ പിന്നെ നിങ്ങളെ അടിച്ചൊതുക്കിയിട്ടായാലും എനിക്ക് ഇയാളെ ഇവിടുന്ന് കൊണ്ടുപോകേണ്ടി വരും. എല്ലാറ്റിനും ഈ കാര്യത്തിൽ ഇടപെടണ്ട. അവരുടെ സംശയങ്ങൾ ഞാൻ തീർത്തു കൊടുത്തേക്കാം. മോനെ, ഞാൻ പോയിട്ട് വരാം മുത്തശ്ശി. വരുൺ, ഏട്ടാ, എടാ, എന്തൊക്കെ ഇവിടെ നടക്കുന്നത്? സാറിപ്പോൾ വളരെ ആത്മാർത്ഥതയോടെയല്ല സംസാരിക്കുന്നത്. അച്ഛനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാലേ സാറ് കണ്ടുപിടിക്കട്ടെ. ഇനി അഥവാ സാർ അതിൽ തോറ്റുപോയി കഴിഞ്ഞാൽ ആളെ ഞാൻ കണ്ടുപിടിക്കും, ശിക്ഷിക്കുകയും ചെയ്യും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.